അപ്പോൾ ഞാനിതുപോലെ ഒരു ഫാബ്രിക് മാർക്കർ വെച്ചിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഒരു മിററാണ് ഞാൻ നടുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഒരു മാർക്കിങ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര വലിപ്പത്തിലാണെന്ന് അറിയാൻ പറ്റുമല്ലോ. പിന്നെ ബാക്കി ഡിസൈൻ വരച്ചാൽ മതി. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മിറർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒന്ന് മാർക്ക് ചെയ്യാം. നമ്മൾ ഇതുപോലെ ഫാബ്രിക് മാർക്കർ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കഴുകുമ്പോൾ ഇതങ്ങ് പോവുകയും ചെയ്യും മാർക്ക്. പിന്നെ നമ്മൾ പീക്കോക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു റൗണ്ട് ഉണ്ടല്ലോ, ആ റൗണ്ടിൽ കൂടെ തന്നെ അങ്ങ് വരച്ചാൽ മതി. അപ്പോൾ ഈസി ആയിരിക്കും. അതേപോലെ തന്നെ അങ്ങ് വരച്ച് പോയാൽ മതി. ഇവിടെ എത്തുമ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലെ എൻ്റെ ഹെഡ് പോർഷൻ വരുമ്പോൾ ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്തിരിക്കാം. ഇതുപോലെയാണ് ഇത് വരച്ചെടുക്കുന്നത്. പിന്നെ നമ്മളിവിടെ 2 റോ ആയിട്ട് ഇതുപോലെ കാലിൻ്റെ പോലെ പോർഷനിൽ കൊടുക്കുന്നുണ്ട്. അത് രണ്ടും നമ്മൾ ബീഡ്സ് വെച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഇതൊന്നും നമുക്ക് ഡിസൈൻ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. എന്നാലും ബീഡ്സ് ഒട്ടിക്കാനായാലും അല്ലെങ്കിൽ ബീഡ്സ് കൊടുക്കാനായാലും ഇതുപോലെ ചെയ്യുമ്പോൾ ഈസിയാണല്ലോ. പിന്നെ നമ്മളിതുപോലെ ഇവിടെ ബീഡ്സ് കൊണ്ട് തന്നെ ഫെദർ പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ തന്നെ ഇതുപോലെ കൊടുക്കാം. ഇതുപോലെ നമ്മൾ കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ഹെഡ് പോർഷനിൽ നമ്മൾ കൊടുക്കുന്നത് അതും നമ്മൾ ത്രെഡ് കൊണ്ട് ഇതുപോലെ കൊടുക്കാം. പിന്നെ ഇവിടെ ഒരു കണ്ണിൻ്റെ പോർഷനിൽ നമ്മളൊരു ബീഡ് വെച്ച് കൊടുക്കും. അപ്പോൾ ഇത്രയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ലീഫൊക്കെ പോലെ വരച്ച് കൊടുക്കാം. അതൊക്കെ ചെയ്യാം. എക്സ്ട്രാ നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ ബേസിക്കായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഇത്രയും ചെയ്യാം. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് നമുക്ക് മിറർ ഇതിൽ ഒട്ടിച്ച് കൊടുക്കാം. അതിന് ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ത്രെഡ് വർക്ക് ചെയ്യാം. അത് ത്രെഡ് വർക്ക് ചെയ്യുന്നത് ഈ ഒരു കളറിൽ ത്രെഡ് കൊണ്ടാണ് ചെയ്യുന്നത്. കണ്ടോ, ഈ ഒരു ഇത് 701 എന്നുള്ള നമ്പർ വെച്ചുള്ള ത്രെഡ് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് ചുറ്റുമായിട്ടുള്ള ഡിസൈൻ ചെയ്യാം. ത്രെഡ് വർക്ക് ചെയ്യാം. ഇതിന് മിററിന് ഫിക്സ് ചെയ്യാനുള്ളത് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഈ കളർ നൂല് കൊണ്ടാണ് എടുക്കുന്നത്. ഇതിങ്ങനെ ഒരു എൻഡ് മാത്രമാണ് കെട്ടിക്കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ചെയ്യുന്നത് നമ്മൾ ഇവിടുന്ന് ഒരറ്റം നിന്ന് എടുത്തിട്ട് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുക ചെയ്യുന്നത്. വീണ്ടും നമ്മൾ നേരത്തെ കുത്തിയെടുത്തതിൻ്റെ അടുത്ത സൈഡിൽ നിന്നിട്ട് കുത്തണം. അരികിൽ നിന്ന് കുത്തി ഇതിന് തൊട്ടപ്പുറത്തായിട്ട് കുത്തണം.
കണ്ടോ? അപ്പം നമ്മൾ ഇത് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു നെക്ക് പോർഷൻ ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ പിക്കോക്കിൻ്റെ നെക്ക് പോർഷൻ വരുന്ന ഇതുപോലെ വരുന്ന രീതി പോർഷനിൽ നമ്മൾ വരച്ചു കൊടുത്തേക്കുന്നിടത്ത് സാറ്റിൻ സ്റ്റിച്ച് കൊണ്ട് ഫില്ല് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി ചെയ്യും. എന്നിട്ട് നമ്മൾ ബീഡ്സ് എല്ലായിടത്തും കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ ഈ ബോർഡറെല്ലാം കവർ ചെയ്തിരിക്കും ബീഡ്സ് കൊണ്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ബീഡ്സ് ഇതുപോലെയുള്ള ചെയിൻ കിട്ടുവാണെങ്കിലും അങ്ങനെ തന്നെ വാങ്ങിച്ച് വെക്കുന്നത് നല്ലത്. അതാകുമ്പോൾ പെട്ടെന്ന് ചെയ്ത് കഴിയുമല്ലോ. ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ബീഡ്സ് തന്നെ കൊരുത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഈ ചെയിൻ എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഈ മിററിന് ചുറ്റുമായിട്ട് ആദ്യം ഒട്ടിക്കാം. എന്നിട്ടിപ്പോൾ ഇതിന് ഓരോന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ ഫിക്സ് ആയിട്ടിരിക്കാനത് അങ്ങനെ ചെയ്യുന്നത് നല്ലത്. അപ്പോൾ ആദ്യം ഇത് നമുക്കൊന്ന് ഒട്ടിക്കാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഈ ഒരു പോർഷനിലും നമുക്കിതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. അതും ഫാബ്രിക്കിൽ യൂസ് ചെയ്ത് എത്രത്തോളം വേണം എന്നുള്ളത് കട്ട് ചെയ്തിട്ട് നമുക്കത് ഒട്ടിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിവിടെ ഒട്ടിക്കാം. കണ്ടോ? ഇപ്പോൾ ഇത്രയായി. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു നമ്മൾ വരച്ചു കൊടുത്തേക്കുന്നുണ്ടല്ലോ അവിടെയെല്ലാം ഇതുപോലെ തന്നെ ബീഡ്സ് കൊടുക്കാൻ പോവുക ചെയ്യുന്നത്. അപ്പോൾ അതുകൂടെ ഒട്ടിച്ചു കൊടുക്കാം. ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. ഇതിപ്പോൾ 3 സ്റ്റാൻഡ്സ് എടുത്ത് വെച്ചുള്ള ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്.
കണ്ടോ, ഇതുപോലെ നമുക്ക് ഇവിടെയും ചെയ്യാം. കണ്ടോ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഇവിടെയെല്ലാം നമുക്ക് ഓരോ ബീഡ്സ് കൊടുക്കാം. അത് സിംഗിൾ ബീഡ്സ് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ സ്പേസ് ഉള്ളിടത്തുമൊക്കെയും സിംഗിൾ ബീഡ്സ് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും ഈ കണ്ണിൻ്റെ പോർഷനിൽ ഒരെണ്ണം കൊടുക്കുന്നുണ്ട്.